നമ്മൾ ഇന്ത്യ ന്യൂസിലാൻഡ് അല്ലെങ്കിൽ മുമ്പ് നടന്ന ഇന്ത്യ ദക്ഷിണാഫ്രിക്ക പരമ്പരയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ഈ ക്രിക്ക് സ്റ്റോറി നമ്മൾ ആരംഭിച്ചത് മുതൽ ഇന്ത്യയുടെ പല വേദികളിലുള്ള മത്സരങ്ങളെ കുറിച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്തിട്ട്, അതായത് അവിടുത്തെ ചരിത്രവും ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ ന്യൂസിലാൻഡ് T20 പരമ്പരക്കിടയിൽ നമ്മുടെ സ്വന്തം കേരളത്തിലെ തിരുവനന്തപുരം ഒരു മത്സരത്തെ കുറിച്ച് സംസാരിക്കാൻ കഴിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. നമുക്കറിയാം, തിരുവനന്തപുരത്ത് 4 അന്താരാഷ്ട്ര T20 മത്സരങ്ങൾ ഇതിനു മുമ്പ് ഇന്ത്യ കളിച്ചിട്ടുണ്ട്. അതിൽ 3 തവണ ഇന്ത്യ വിജയിച്ചിട്ടുണ്ട്. ദക്ഷിണാഫ്രിക്ക, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, ഈ 3 ടീമുകൾക്കെതിരെ ഇന്ത്യ വിജയം കൈവരിക്കുകയും വെസ്റ്റ് ഇൻഡീസിനെതിരെ മാത്രം ഒരു മത്സരത്തിൽ ഇന്ത്യ പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ തിരുവനന്തപുരത്തെ ഒരു ചരിത്രം വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിനു മുമ്പ് കളിച്ച ഈ 4 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ 2 തവണ ആദ്യം ബാറ്റ് ചെയ്ത ടീമും 2 തവണ ആദ്യം പന്തെറിഞ്ഞ ടീം ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതാണ് തിരുവനന്തപുരത്തെ ഒരു മൊത്തത്തിലുള്ളൊരു ഇത്. മാത്രമല്ല 2 വർഷത്തിന് ശേഷമാണ് ഒരു അന്താരാഷ്ട്ര മത്സരം അവിടെ വരുന്നത്. ആ മത്സരത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഞ്ജു സാംസൺ കളിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ സഞ്ജു ഇപ്പോഴും ടീമിലുണ്ട് എന്നുള്ളതാണ്. 4ാമത്തെ T20 പോലും സഞ്ജു പുറത്തായിട്ടില്ല എന്നുള്ളത് മാത്രമാണ്. അപ്പൊ ഇനിയൊരു മത്സരത്തിൽ അത് സ്വന്തം കാണികളുടെ മുന്നിൽ തന്റെ ഏറ്റവും മികച്ച ഫോമിലേക്ക് എത്താൻ സഞ്ജുവിന് ഒരു അവസരം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ നീതി. അതുകൊണ്ട് സഞ്ജു കളിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സഞ്ജുവിനെ അത് വലിയ ചോദ്യം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 2023 അതിന് മുമ്പ് വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സഞ്ജു സ്ക്വാഡിലുണ്ടായിരുന്നു. അന്ന് സഞ്ജു ടീമിലെ ഒരു സ്ഥിരം അംഗമൊന്നുമല്ല. ശിഖർ ധവാന് പരിക്കേറ്റതുകൊണ്ട് സഞ്ജു സ്ക്വാഡിൽ വരികയും എന്നാൽ സഞ്ജുവിനെ ടീമിൽ പ്ലേയിങ് ലെവൽ ഇല്ലാതിരിക്കുകയും ചെയ്യും. അപ്പൊ ആ മത്സരത്തിന് മുമ്പ് ആരാധകരെല്ലാവരും സഞ്ജു എന്ന് പറഞ്ഞിട്ട് വലിയ ആവേശം ഇതാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രവിശാസ്ത്രി, അന്നത്തെ പരിശീലകനായിട്ട് രവിശാസ്ത്രി, സഞ്ജുവിനെയും തോളി എടുത്തിട്ട് സഞ്ജുവിനെ കൈയിട്ട് പുറത്തേക്ക് ഗ്രൗണ്ടിലേക്ക് വരുന്ന ഒരു വിഷ്വൽ ഉണ്ട്. ഇത് BCCI തന്നെ ഷെയർ ചെയ്ത വിഷ്വലാണ്. അപ്പൊ തന്നെ നമുക്ക് പുറത്ത് കേൾക്കാം സഞ്ജു എന്ന് പറഞ്ഞിട്ടുള്ള ആവേശം വലിയ രീതിയിൽ കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇത് കേട്ടപ്പോ രവിശാസ്ത്രി ഒരു തമാശ കാണിക്കുന്നത്, സഞ്ജുവിനെ അടിക്കാൻ നോക്കുന്ന രീതി. അപ്പോ ഈ ആർപ്പുവിളികൾ വളരെ ഉച്ചത്തിലായി. അപ്പൊ അന്ന് സഞ്ജു കളിക്കാൻ പറ്റാത്തതിൽ, സഞ്ജുവിന് അവിടെ ഇറങ്ങാൻ പറ്റാത്തതിലുള്ള ഒരു നിരാശ അത് ഇവിടെ ഈ ഒരു തവണ തിരുത്തപ്പെടുമെന്ന് തന്നെയാണ്. ഈ സൂര്യകുമാർ യാദവ് T20 ടീമിൽ കളിക്കുന്ന സമയത്ത് വരുമ്പോൾ സഞ്ജുവിന്റെ ജേഴ്സി ഇട്ട് വന്നിറങ്ങുന്ന അങ്ങനെ ഇതുണ്ട്. സഞ്ജുവിന്റെ ഇതായിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. തിരുവനന്തപുരത്ത് സഞ്ജു കളിക്കുന്നത് കാണുമെന്നുള്ളത് വലിയൊരു സ്വപ്നം തന്നെയായിരുന്നു. അത് ഒരുപാട് ആരാധകരുടെ സ്വപ്നം തന്നെയാണ്, സഞ്ജു സ്വന്തം മണ്ണിൽ കളിക്കുക എന്നുള്ളത്. പലതവണ ഇപ്പൊ പറഞ്ഞ തന്നെ പലതവണ നടക്കാതെ പോയതാണ്. പന്ത് കളിക്കാൻ വന്നപ്പോൾ പന്ത് ഒരു ബോൾ ഡ്രോപ്പ് ചെയ്തപ്പം കോഹ്ലി വിളിക്കുന്നത്, കോഹ്ലി ആരാധകരോട് സംസാരിക്കുന്നത്, അങ്ങനെ പലതും നമ്മൾ കണ്ടിട്ടുണ്ട്. സഞ്ജുവിന് വേണ്ടി തിരുവനന്തപുരം കാത്തിരിക്കണം, ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം കാത്തിരിക്കുകയാണ്. ആ കാത്തിരിപ്പിന് സഞ്ജു എത്തുമ്പോൾ അത് നല്ല വരവല്ല, അല്ലെങ്കിൽ സഞ്ജുവിന്റെ ഒരു പീക്ക് ടൈമിലൂടെ അല്ല വരുന്നത്. സഞ്ജുവിന്റെ ഏറ്റവും മോശം ഒരു ഘട്ടത്തിലൂടെ തന്നെ പറയാം. കാരണം കരിയറിലെ ഏറ്റവും വലിയൊരു പീക്ക് ഘട്ടത്തിലൂടെ കടന്നു പോയി, ടീമിൽ സ്ഥിര സാന്നിധ്യമായി അങ്ങനെ വന്നു. പിന്നെ ഒരു അവസരം കിട്ടിയപ്പോൾ ആ അവസരം മുതലാക്കി വീണ്ടും തിരിച്ചു കയറി വന്നു, ഗില്ലിനെ പുറത്തേക്ക് തിരിച്ചു കയറി വന്നു. പക്ഷെ ആ തിരിച്ചു വരവിൽ സഞ്ജുവിൻ്റെതായ രീതിയിൽ കളിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഇപ്പം പറഞ്ഞ തന്നെ ആദ്യത്തെ 3 മത്സരങ്ങൾ 4 മത്സരങ്ങളിലും തിളങ്ങാൻ പറ്റുന്നില്ല. ഒരു മത്സരത്തിൽ ഒന്ന് തിരിച്ചു നോക്കുമ്പോൾ അതിൽ തന്നെ ഒരുപാട് വിമർശനത്തിലുള്ള ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട്. സഞ്ജുവിൻ്റെ കോൺഫിഡൻസ് ലെവല്, ഫുട് വർക്ക്, ഇതൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. അങ്ങനെ ഘട്ടത്തിലാണ് തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. അപ്പോൾ സഞ്ജുവിൻ്റെ ഒരു ഡ്രീം തന്നെ ആയിരിക്കും ദേശീയ ടീമിൽ, ദേശീയ ജേഴ്സിയിൽ തിരുവനന്തപുരത്ത് കളിക്കുക എന്നുള്ളത്, കളിച്ചു വളർന്ന നാട്ടിൽ സ്വന്തം ആരാധകർക്കൊന്നും കളിക്കുക എന്നുള്ളത് ഒരു ഡ്രീം തന്നെ ആയിരിക്കും. ആ ഡ്രീമിൽ സഞ്ജു എത്തുന്നത് ഇപ്പം പറഞ്ഞാൽ തന്നെ സഞ്ജുവിന് തിരിച്ചു വരാനുള്ള എല്ലാ സാഹചര്യവും അവിടെയുണ്ട്. സഞ്ജുവിൻ്റെ ഒരു ചെറുപ്പം മുതലേ കാണുന്ന ഒരു സ്വപ്നത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കളിക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പം മോശം ഫോം എന്തോ ആട്ടെ, ആ ഫോം എല്ലാം മറികടന്ന് ലോക്കൽ ബോയ് അവിടെ നിന്ന് തിരിച്ചു വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും, പ്രതീക്ഷിക്കാം. പക്ഷെ അതിന് ഞാൻ നേരത്തെ പറഞ്ഞ മറ്റൊരു വശം, അവിടെയും തിരിച്ചു വരെ പറ്റിയില്ലെങ്കിൽ ഈ 5ാമത്തെ മത്സരമാണ്, പരമ്പരയിലെ അവസാന മത്സരമാണ്. അത് കഴിഞ്ഞാൽ ലോകകപ്പിലേക്കാണ് കളിക്കാൻ വേണ്ടത്. ഇവിടെയും സഞ്ജുവിന് തിളങ്ങാൻ വേണ്ടി പറ്റിയില്ലെങ്കിൽ ലോകകപ്പിന് തൊട്ട് മുമ്പുള്ള ഒരു പരമ്പരയിൽ 5 മത്സരങ്ങളുടെ പരമ്പരയിൽ 5ൽ തിളങ്ങാൻ പറ്റുന്നില്ല. അവസാന മത്സരം സ്വന്തം നാട്ടിൽ സ്വന്തം കാണികൾക്ക് മുമ്പിൽ തിളങ്ങാൻ പറ്റുന്നില്ല എങ്കിൽ ആ സഞ്ജുവിന് പിന്നെ ഒരു ദേശീയ ടീമിലേക്ക് നമുക്കൊരു സഞ്ജുവിൻ്റെ ആർപ്പി വിളിക്കാനുള്ള അവസരം എത്രത്തോളം ഉണ്ടാകുന്ന സംശയം തന്നെയാണ്. ലോകകപ്പിൽ ഇനിയിപ്പം ഉണ്ടായാൽ തന്നെ ആദ്യത്തെ മത്സരങ്ങൾ കിട്ടിയാൽ തന്നെ പിന്നെ അത് തുടർന്ന് കിട്ടുമോ? പക്ഷേ എനിക്ക് തോന്നുന്നത് ലോകകപ്പിലെ ആദ്യത്തെ മത്സരങ്ങളിൽ ഇന്ത്യക്ക് എന്ത് പരീക്ഷണം വേണമെങ്കിൽ നടത്താം. തീർച്ചയായും. അപ്പോൾ ഇപ്പൊ ലോകകപ്പിലെ ആദ്യത്തെ മത്സരത്തിൽ വേണമെങ്കിൽ ഇഷാനെ ഒക്കെ ഒന്ന് കളിപ്പിക്കുക, പരീക്ഷണം പോലെ സഞ്ജുവിനെ കളിപ്പിച്ച് പിന്നെ പുറത്തിരുത്തോന്നില്ല നമ്മൾ കാണിച്ചു. അല്ല, അങ്ങനെ വരുമ്പോൾ പാകിസ്ഥാനെതിരെയുള്ള നിർണായക മത്സരത്തിന് മുമ്പ് ഒരു വിന്നിംഗ്
ബോളിംഗ് കോമ്പിനേഷൻ വേറെ രീതിയിൽ അവർക്ക് ചെയ്യാൻ പറ്റും. ഗംഭീർ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിലൊരു അത്ഭുതം ഒന്നും പറയാൻ പറ്റില്ല. അതാണ് പറഞ്ഞത്. ഇപ്പം ഇങ്ങനെ വരുന്നതാണ്. അപ്പം നമുക്ക് ഗ്രീൻഫീൽഡിൽ ഇപ്പം കളി വരുന്നു, നമുക്ക് വീണ്ടും വരുന്നു സഞ്ജുവിനൊരു വെടിക്കെട്ടോടെ തുടങ്ങാൻ അത് അഭിഷേകിനെ വെച്ചപ്പോൾ ഒരു സഞ്ജു ഷേക്ക് എന്ന് പറഞ്ഞത് മറ്റേ കുത്തപ്പല പറഞ്ഞില്ല. അതിന്റെ കോംബോ ഒന്നും ഇപ്പം കാണാൻ വേണ്ടി പറ്റുന്നില്ല. പണ്ട് അവർ എന്താണോ കളിച്ചത് 2024 പണ്ട് എന്ന് പറയുമ്പോൾ ഏത് പണ്ട് 2024 കളിച്ച ഒരു കോംബോ വരുന്നത്. അപ്പം ആ ഒരു പ്രകടനത്തിന്റെ ഒരു ഇത് തിരുവനന്തപുരത്ത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ് ഞാൻ കരുതുന്നത്. അത് കാണാൻ വേണ്ടി പറ്റും. സഞ്ജുവിന് തിരിച്ചറിവ്, സഞ്ജുവിന് നമ്മളിപ്പം പറഞ്ഞല്ലോ സഞ്ജു ആണ് നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പം പറഞ്ഞാണ് സഞ്ജുവിനാണ് നമ്മൾ സംസാരിക്കുന്നത്. അല്ല, സഞ്ജു ആണെന്ന് ടോപ്പിക് അതന്നെയാണ് വിഷയം, ചർച്ചാ വിഷയം. കേരളത്തിൽ മാത്രമല്ല നമ്മൾ ഏത് സ്പോർട്സ് ഗ്രൂപ്പിലായാലും ഏത് സ്പോർട്സ് ഗ്രൂപ്പ് അല്ല, കഴിഞ്ഞ ദിവസം വെസ്റ്റ് ഇൻഡീസ് ടീമിന്റെ താരങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടാരൻ സെമി സഞ്ജു സാംസൺ എന്ന് പറഞ്ഞത്. അതായത് അവരുടെ ടീമിൽ കണ്ടിൻ സാംസൺ എന്ന് പറഞ്ഞിട്ടൊരു താരം വന്നിട്ടുണ്ട്. അപ്പൊ ആ താരത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അതായത് എന്തുകൊണ്ടാണ് ആ താരത്തെ ടീമിലെടുത്ത് എന്നുള്ള ചോദ്യം വിശദീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം കൃത്യമായിട്ട് സ്പിന്നിനെ നേരിടുന്ന ഒരു രീതിയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ ഒരു റോളിലേക്ക് ഞങ്ങളെ ടീമിൽ കളിക്കാനുള്ളത് സഞ്ജു സാംസൺ ആണെന്ന് അടുത്ത സെക്കൻഡിലാണ് അദ്ദേഹം അത് തിരിച്ചറിയുന്നത്. അപ്പൊ അത് എല്ലാവരുടെ ഇതില് സഞ്ജു തന്നെയാണ്. സഞ്ജു വലിയ രീതിയിൽ ചർച്ചാ വിഷയമാണ്. പക്ഷെ നിലവിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ചർച്ചാ ഇതായിട്ട് മാറുന്നു എന്നുള്ളതാണ് പെർഫോമൻസ്. അത് തന്നെയാണ് ഒരു തിരിച്ചുവരവ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കാം. തിരുവനന്തപുരത്ത് നമുക്ക് എന്തായാലും കാണാൻ വേണ്ടി പറ്റുന്നറിയാം. തിരുവനന്തപുരത്ത് ഇപ്പം നമുക്ക് 5 മത്സരങ്ങളുടെ പരമ്പര ഇപ്പം പിന്നെ 3-1 നിൽക്കുവാണ്. അത് 4-1 വേണ്ടി തിരുവനന്തപുരത്ത് ഇപ്പം ലോകകപ്പിന് അതാണ് ഏറ്റവും വലിയ കാര്യം. ഇന്ത്യയിൽ നടക്കുന്ന ലോകകപ്പ്, ഇന്ത്യയിൽ ശ്രീലങ്കയിൽ നടക്കുന്ന ലോകകപ്പിൽ തൊട്ട് മുമ്പുള്ള ഒരു പരിശീലന മത്സരത്തിൽ അത് തിരുവനന്തപുരത്താണ് കളിക്കുന്നത്. ഈ മത്സരം കഴിഞ്ഞാണ് ലോകകപ്പിലേക്ക് പോകുന്നത്. അപ്പം നമുക്ക് ലോകകപ്പിലേക്ക് വേദികൾ കിട്ടുന്നില്ലെങ്കിലും ഇത് നമുക്ക് അതിന് തുല്യമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പം ഇവിടുന്നാണ് ഇന്ത്യൻ ടീമിൽ ലോകകപ്പ് കളിക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ അതൊരു വിജയത്തോടെ തന്നെ ഇന്ത്യൻ ടീമിന് ലോകകപ്പിലേക്ക് കടക്കാൻ വേണ്ടി പറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും. നമ്മൾ ഇവിടെ 2023 അവസാനമായിട്ട് ഇന്ത്യ ഓസ്ട്രേലിയ മത്സരം നടന്ന സമയത്ത് ഇന്ത്യ 235 റണ്ണ് നേടുകയും അത് എനിക്ക് തോന്നുന്നു 190 വരെ എടുത്തിട്ട് ഓസ്ട്രേലിയ തോൽവി സമ്മതിക്കുകയൊക്കെ ചെയ്യുന്നൊരു മത്സരമായിരുന്നത്. അപ്പോൾ അവസാനം നടന്ന അന്താരാഷ്ട്ര മത്സരത്തിൽ 200-ലധികം റണ്ണ് ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത് അത് 2023 കഴിഞ്ഞ 2 വർഷമായിട്ട് നമുക്കറിയാം ക്രിക്കറ്റ് T20 ക്രിക്കറ്റിലുണ്ടായ മാറ്റങ്ങൾ. ഇപ്പോൾ ഈ ഇത് തന്നെ നോക്കിയാൽ മതി. പല മത്സരങ്ങളിലും ഇന്ത്യ വലിയ സ്കോറുകൾ കുറഞ്ഞ ഓവറുകളിൽ ചെയ്യുന്ന സാഹചര്യം. അതുപോലെ തന്നെ 200-250 റണ്ണൊക്കെ T20 സാധാരണ ആയി എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നുന്നൊരു ഘട്ടമൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയൊരു രീതിയിലുള്ള ഒരു വെടിക്കെട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇത് തന്നെ നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഇന്ത്യ ന്യൂസിലാൻഡ് ഇതിന് മുമ്പ് ഇവിടെ കളിച്ച മത്സരത്തിൽ അന്ന് മഴയായിട്ട് സത്യത്തിൽ നമ്മളൊക്കെ ഈ കണ്ടംകളിയിലൊക്കെ ഉള്ള പോലെ 8 ഓവർ ഗെയിം മാത്രമാണ് അവിടെ നമുക്ക് കാണാൻ പറ്റിയത്. അല്ലെങ്കിൽ 6 ഓവർ 8 ഓവറൊക്കെ മത്സരം നമ്മൾ കളിക്കാറുണ്ടല്ലോ. അപ്പൊ ആ ഒരു രീതിയിൽ 8 ഓവറിലൊരു മത്സരത്തിൽ ഇന്ത്യ 6 റണ്ണിന്റെ ഒരു വിജയം സ്വന്തമാക്കി. അതുപോലെ തന്നെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ആണ് ഇവിടെ T20 ഏറ്റവും കൂടുതൽ റണ്ണ് അടിച്ചിട്ടുള്ള താരം. എനിക്ക് തോന്നുന്നു 2 കളിയിൽ നിന്ന് 69 റണ്ണാണ് നേടിയിട്ടുള്ളത്. ഒരു മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി ഉണ്ട്. അതുപോലെ തന്നെ ഇഷാൻ കിഷൻ അർദ്ധ സെഞ്ചുറി നേടിയ മൈതാനാണ്. ശിവൻ ദുബെ അർദ്ധ സെഞ്ചുറി നേടിയ മൈതാനാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് കണക്കുകൾ നോക്കുമ്പോൾ ഈ സഞ്ജുവിനെ സംബന്ധിച്ച് ഒരൊറ്റ ഇന്നിങ്സ് കൊണ്ട് തന്റെ പേര് തിരുവനന്തപുരം മൈതാനത്ത് അടയാളപ്പെടുത്തുക. ഇപ്പൊ സഞ്ജുവിനെ നമ്മൾ സമീപകാലത്ത് നോക്കുകയാണെങ്കിൽ കേരള ക്രിക്കറ്റ് ലീഗിൽ സഞ്ജു ഇതേ മൈതാനത്ത് കളിച്ചിട്ട് ഒരുപാട് മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. നമുക്ക് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് വേണ്ടിയിട്ട് ഇവിടെ കളിച്ചിട്ട് അത് സഞ്ജുവിനെ സ്വന്തമായിട്ട് നല്ല രീതിയിൽ അറിയുന്ന ഒരു ഇതാണ്. ഇത്രയും ആളുകളുടെ പിന്തുണ നമുക്ക് ഈ ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചിട്ട് ഒരു മണിക്കൂറുകൾക്കുള്ളിലാണ് എല്ലാ ടിക്കറ്റുകളും വിറ്റ് തീരുന്നത്. അപ്പൊ അത് മാത്രമല്ല, കൂടുതൽ ഇത്തവണ ഈ ടിക്കറ്റിന്റെ ഒക്കെ റേറ്റിലൊക്കെ ചെറിയ കുറവും ഉണ്ടായിരുന്നത് കൊണ്ട്, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കൊക്കെ ഇളവും ഉണ്ടായിരുന്നു. അതോടൊപ്പം ടിക്കറ്റ് ഇപ്പൊ ഇതിനു മുമ്പ് നടന്ന മത്സരത്തിൽ 750 രൂപ കുറഞ്ഞ ടിക്കറ്റ് എങ്കിൽ ഇത്തവണ 500. അപ്പൊ കൂടുതൽ ആളുകൾ ഈ മത്സരം കാണാൻ വേണ്ടിയിട്ട് വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് നമ്മൾ ആ ഒരു ടിക്കറ്റ് വിൽപ്പനയുടെ ഒരു ഇത് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിരുന്നു. പിന്നെ തിരുവനന്തപുരത്ത് നമുക്കറിയാം കേരളത്തിന് അങ്ങനെ ഒരുപാട് അന്താരാഷ്ട്ര മത്സരങ്ങളൊന്നും എപ്പോഴും കിട്ടില്ല. കേരള ക്രിക്കറ്റ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട അങ്ങനെ മത്സരങ്ങൾ വല്ലാതെ കിട്ടാറില്ല. കൂടുതലും പുറത്തെ മൈതാനങ്ങളിലാണ് അല്ലെങ്കിൽ ഈ കേരളത്തിന് പുറത്തുള്ള മൈതാനങ്ങളിലാണ് ഇന്ത്യയുടെ മത്സരങ്ങൾ നടക്കാറുള്ളത്. പിന്നെ അതിൻ്റെ ഒരു ഇതായിട്ട് പറയാൻ പറ്റുന്നത് ഇപ്പോൾ കഴിഞ്ഞ ഡിസംബറിൽ ഇന്ത്യ ശ്രീലങ്കയുടെ വനിതാ T20 മത്സരങ്ങൾ നടന്നിരുന്നു. അപ്പോൾ ഇത്തവണ അങ്ങനെ ഈ തിരുവനന്തപുരത്തൊരു മത്സരം വരുമ്പോൾ അതിനെ വിജയിപ്പിക്കുക എന്നുള്ള ഒരു വലിയൊരു ആവേശം ഇവിടുത്തെ മലയാളി ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചുണ്ട്. അതോടൊപ്പം തന്നെയാണ് സഞ്ജുവിനെ സംബന്ധിച്ച് സഞ്ജു ആദ്യമായിട്ട് സ്വന്തം തട്ടകത്തിൽ ഇറങ്ങുന്ന അന്താരാഷ്ട്ര മത്സരം എന്ന് പറയുന്ന ഒരു പ്രത്യേകത, വലിയൊരു പ്രത്യേകതയുണ്ട്. അതൊരു ഒരേ സമയം സന്തോഷമാണ്, അതേസമയം തന്നെ സഞ്ജുവിന് അതൊരു അധിക സമ്മർദ്ദമാകുമോ എന്നുള്ള സമ്മർദ്ദത്തിലാണ്. ഇനിയിപ്പോൾ
അതിന്റെ ഭാരം കൂടി വരുമോ എന്നുള്ളത് അത് പോസിറ്റീവായിട്ട് എടുക്കുമെന്നൊക്കെ തോന്നുന്നു. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ പിന്നെ ഇപ്പം കേരള പ്രീമിയർ ലീഗിലായാലും ഇത് ഏത് മത്സരങ്ങളായാലും KCAയുടെ ടീമിൽ കളിക്കുമ്പോഴായാലും നന്നായിട്ട് കളിക്കുന്നത്, നന്നായിട്ട് അറിയുന്ന മണ്ണാണ്, അറിയുന്ന പിച്ചാണ്. സഞ്ജുവിന് തിളങ്ങാൻ പറ്റുന്ന എല്ലാ സാഹചര്യവും ഉണ്ട്, എല്ലാ ഇതുമുണ്ട്, കാണികളെ സപ്പോർട്ടായാലും എല്ലാം ഉണ്ട്. ഇപ്പം ഈ പറയുമ്പോൾ തന്നെ നമുക്ക് 4 മത്സരങ്ങൾ ഇപ്പോൾ സേഫ് പറഞ്ഞു, ആദ്യം പറയുമ്പോൾ പറഞ്ഞു 4 ടീം മത്സരങ്ങളും ടീമിനുണ്ടായിരുന്നു, പുറത്തായിട്ടില്ല എന്നുള്ള അവസ്ഥ. അപ്പം അങ്ങനെ വരുമ്പോൾ സപ്പോർട്ട് ലഭിക്കുന്നുണ്ട് സഞ്ജുവിന്. ഇപ്പോൾ സപ്പോർട്ട് ലഭിക്കുന്നില്ല നമ്മൾ ഒരു ഘട്ടത്തിലും പറയാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ സഞ്ജുവിന് സപ്പോർട്ട് ഉണ്ട്, ആ സപ്പോർട്ടായിട്ട് തന്നെ സഞ്ജു വരുന്നു. അപ്പം ടീമിൽ നിന്നും മാനേജ്മെന്റിൽ നിന്നും കാണികളിൽ നിന്നും സപ്പോർട്ട് ലഭിക്കുന്ന സഞ്ജു. ഇനി സഞ്ജുവിൻ്റെ ആ ഒരു ഇത് മാത്രമേ നമുക്ക് കാണാനുള്ളൂ, ബാക്കിയെല്ലാം ഇപ്പം പൂർത്തിയായിട്ടുണ്ട്. അതും തിരുവനന്തപുരത്ത് കാണാൻ പറ്റുന്നത് പ്രതീക്ഷിക്കാം. അങ്ങനെ ഒരു മികച്ചൊരു പ്രകടനം വരുമായിരിക്കാം. തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് ഒരു നല്ല ഒരു മാച്ച് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, ഒരു ത്രില്ലിംഗ് പോരാട്ടം തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ന്യൂസിലാൻഡ് ഇത് ഏകപക്ഷീയമായിട്ട് ഈ പരമ്പര അവസാനിപ്പിച്ച് പോകാൻ തയ്യാറാകില്ല എന്ന ഒരു പ്രഖ്യാപനം. അതും കൂടെ പറഞ്ഞു പോകണല്ലോ. ഇപ്പൊ ന്യൂസിലാൻഡ് ഇപ്പൊ നമ്മൾ പറഞ്ഞു ലോകകപ്പിലേക്ക് ഇന്ത്യക്ക് തിരുവനന്തപുരത്ത് ജയിച്ചു പോകണം. അപ്പം ന്യൂസിലാൻഡിന് ഇപ്പം ആദ്യത്തെ 3 മത്സരങ്ങൾ പരാജയപ്പെട്ടു, പരമ്പര നഷ്ടപ്പെട്ടു, ഒരു തിരിച്ചടിയുടെ ഘട്ടത്തിലൂടെ കടന്നു പോകണം ലോകകപ്പ് T20 ലോകകപ്പിന് കളിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത്. അപ്പോൾ അവർക്ക് 4 മത്സരം തിരിച്ചു വരാൻ വേണ്ടി 50 റൺസിന്റെ വിജയം ഗംഭീര വെച്ച് തന്നെ പറയുന്നത് നല്ല ടീം വർക്ക് ജയിക്കാൻ വേണ്ടി പറ്റി. അപ്പോൾ 5ാമത്തെ മത്സരം ജയിച്ചു കഴിഞ്ഞാൽ ഇപ്പം ആദ്യ മത്സരങ്ങൾ പരമ്പര നഷ്ടപ്പെട്ടെങ്കിലും അവസാനം 2 മത്സരം ജയിച്ചിട്ടാണ് തുടർച്ചയായ ജയങ്ങളോടെയാണ് ലോകകപ്പിന് കറങ്ങുന്ന പറയും. അതിനുവേണ്ടി ന്യൂസിലാൻഡ് പൊരുതുന്ന ഉറപ്പാണ്. അപ്പം ആ ഒരു ഘട്ടത്തിൽ വാശിയേറിയ മത്സരം ഉറപ്പാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. അതിൽ സഞ്ജു കൂടെ തിളങ്ങട്ടെ, സഞ്ജുവിന് ഇന്ത്യൻ ടീമിന് ജയം ഉറപ്പാണെന്ന് ഞാൻ പറയുന്നു. അതിൽ സഞ്ജു കൂടെ തിളങ്ങട്ടെ, സഞ്ജുവിന്റെ സംഭാവന ഉണ്ടാവട്ടെ മാത്രം. 4ാമത്തെ T20 ഇപ്പോൾ ഒരു ന്യൂസിലാൻഡ് വിജയിച്ചെങ്കിലും അത് ഇന്ത്യയുടെ ബാറ്റിംഗ് കോമ്പിനേഷനിലൊക്കെ ടീം കോമ്പിനേഷനിൽ വന്ന മാറ്റം ഒക്കെ കൂടി നമ്മൾ അവിടെ എടുത്തു പറയേണ്ട. അതുപോലെ തന്നെ അടുത്ത മത്സരത്തിലും ചിലപ്പോൾ ഇന്ത്യ വല്ല പരീക്ഷണങ്ങൾക്കൊക്കെ മുതിർന്നേക്കാം. ആ ഒരു തരത്തിലൊക്കെ സഞ്ജു അല്ല, അത് അങ്ങനെ ഒരു സാധ്യത ഇല്ല. സഞ്ജു കളിക്കാൻ തന്നെയാണ് സാധ്യത എന്ന് എപ്പോഴും മനസ്സ് പറയുന്നുണ്ട്. എന്തായാലും നല്ലൊരു മത്സരം, ഒരു ത്രില്ലിംഗ് പോരാട്ടം തന്നെ നമുക്ക് അവിടെ ആസ്വദിക്കാൻ കഴിയും. അങ്ങനെ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നല്ലൊരു മത്സരം കാണാനാകട്ടെ എന്ന് പ്രതീക്ഷിക്കാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.